വെളുപ്പിനെ കുറ്റിയും പറിച്ച് പോകുന്നേക്കാണ്. ഇവിടുത്തെ ഓരോ കടകളും എനിക്കൊന്നും പറയാനില്ല. നോ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി. രാത്രി ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ ഇടിപ്പിച്ചിരിക്കുന്നു. വേറൊരാളത് ഇപ്പുറത്ത് നിന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒളിഞ്ഞു നോട്ടമാണെന്ന് തോന്നുന്നു. ചേട്ടായി എന്താണ് സംഭവം? വാട്ട് ആർ യു ഡൂയിങ്? അലൻ അവിടെ വേറെ ഏതോ ബിസിനസ്സിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ അതാണോ? ഹായ് പറയൂ. ഹായ്. എന്താ ഇവിടെ കാണുന്നേ? ഇതിൽ കാണുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കസ്റ്റഡിയിലാക്കി. അടിപൊളി ലോക്കറ്റ്സുമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഒന്നോ രണ്ടോ ഐറ്റം വാങ്ങാൻ വേണ്ടി ചാടി വന്നപ്പോൾ ഒരൊറ്റ ഓട്ടമായിരുന്നു ഈ സാധനങ്ങളൊക്കെ കാണാൻ. ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ചു, കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ ഷോപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജീൻസും കൂടെ ഒരു അടിപൊളി A&Wൻ്റെ ഒരു ബർഗർ കഴിക്കാം, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഇവിടെ. A&Wയിലെ റൂട്ട് ബിയറും സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റിക്കും എല്ലാം കഴിച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരുവാണ്. അപ്പോൾ ഇനി അടുത്തത് എന്തൊക്കെ കഴിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെ വരണം എന്നുള്ള പ്ലാനിങ്ങുമായിട്ട്
കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ പോയി. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് റിയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലൊന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള രംഗങ്ങൾ കാണാൻ പറ്റി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഈ ഫ്ലവറിങ് ടൈം ആണല്ലോ, പൂക്കൾ എന്നെ കടാതെ ആകർഷിച്ചു. എന്താ പറയുക, ഒരു ഹോസ്പിറ്റലാണെന്നൊന്നും നമുക്ക് തോന്നത്തേയില്ല. കാറൊക്കെ പാർക്ക് ചെയ്ത് അലങ്കുട്ടനിപ്പോൾ പഠിക്കുന്ന കോളേജിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഒത്തിരി കുട്ടികളവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മുമ്പേ വണ്ടി നിർത്തണം, സ്റ്റേഷനിലിടണം, എന്നിട്ട് വേണം നമ്മൾ നടന്നു പോകാൻ. കാര്യമായി കോളേജിൻ്റെ ബാക്കി വിശേഷങ്ങൾ, അവിടെ എന്തോ ഗ്രൗണ്ടിൻ്റെ പണി നടക്കുക, അതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു. കോളേജിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല ചെടികളും നല്ല ഭംഗിയൊക്കെ ആയിട്ടിരിക്കുന്നു. എന്താ പറയുക, ഒരു വലിയൊരു സ്ഥാപനം. സാജട്ടായും ഞാനും അലങ്കുട്ടൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി കോൺവൊക്കേഷൻ ആകുമ്പോൾ നമുക്ക് വരാൻ പറ്റുമോ അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് അലൻ ഓരോ സ്ഥലമൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്ന് ഹാപ്പിയായി. അങ്ങനെ ഒരു ആദ്യത്തെ അവൻ പഠിച്ചിരുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അവൻ്റെ ഗ്രാജുവേഷൻ സെറിമണി എന്താ പറയുക, കൊറോണയായി പോയി. അപ്പോൾ അത് ഒരു സങ്കടമായിട്ടിരിക്കെ ഇങ്ങനെ ഇതെല്ലാം കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ പണി നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവൻ കാര്യമായി കാണിച്ചു തന്നു. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ആ ക്യാമ്പസ് പ്രണയം, സാജട്ടായി നിൽക്കണ കണ്ടാൽ തോന്നും മദാമേനെ കിട്ടിയെങ്കിൽ ഒന്ന് പ്രണയിക്കാമായിരുന്നു എന്നുള്ള മട്ടാണ്. വഴുക്കിട്ട് പോന്നു ഫോട്ടോ എടുത്തു കഴിഞ്ഞ്. അലൻകുട്ടൻ്റെ കോളേജിൻ്റെ അവിടെ നിന്ന് കാൽക്കരി ഡൗൺ ടൗൺ, അതാണ് ആ കാണുന്നത്. നമുക്ക് എന്തോരം സൂം ചെയ്യാൻ പറ്റുമോ അത്രയും സൂം ചെയ്തു. ആ ഡൗൺ ടൗണിൻ്റെ ഭംഗി അടിപൊളി. അലൻകുട്ടൻ കോളേജിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിക്കാനായിട്ട് ഓടുന്ന ഓട്ടമാണത്. അലനായാലും അപ്പയാണെങ്കിലും ഓട്ടം അങ്ങ് ഓടും. നമ്മളൊരു 1.5 കിലോമീറ്റർ പുറകിലാണെന്നൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. പുള്ളി നമ്മളെ ഓരോന്ന് കാണിച്ചു തരാനുള്ള വെമ്പലിൽ അങ്ങ് പോവുകയാണ്. അപ്പം ഇതൊക്കെ കണ്ടപ്പം ആ സിനിമയിൽ പുള്ളി പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ കോളേജൊക്കെ എന്ത്
അലൻ ഓരോ വിങ്ങും നമ്മളെ പരിചയപ്പെടുത്തി തന്നു. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ അതിനകത്ത് ഷെഫായിട്ടുള്ള ഒരു പേസ്ട്രി വിഭാഗം, അങ്ങനെ ഓരോ ഇവർക്ക് ക്ലാസ് പല ഭാഗങ്ങളിലായിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ പറയുകയാണെങ്കിൽ കേക്കുകൾ, അതുപോലെ തന്നെ ഈ കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പല തരമാണല്ലോ, പല പേപ്പറാണ് അവർക്ക്. ബേക്കിംഗ് സെഷനുണ്ട്, ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് അഡീഷണൽ എടുക്കാൻ പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിവരുടെ കഫ്റ്റേരിയയാണ്, നമുക്കും കഴിക്കാം അവിടെ ഫുഡ്. നമുക്ക് അവിടെ നിന്ന് അലൻ്റെ കോളേജ് കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം. ഇനി അലൻ പഠിച്ചിരുന്ന ടൊറൻറ്റോയിൽ പഠിച്ചിരുന്ന സ്ഥലം നമ്മൾ ഇനി ടൊറൻറ്റോയ്ക്ക് പോകുമ്പോൾ എന്തായാലും കാണും. പക്ഷേ ഇപ്പോൾ പഠിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് അടുത്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത മാളിലേക്ക് പോയി. അവിടുത്തെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു അലൻ എപ്പോഴും പറയുന്ന ടിം ഹോട്ടൻസിൻ്റെ ടീ ഫസ്റ്റ് ടീ കുടിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ആ ഭാഗമൊക്കെ തപ്പി നടക്കുവാണ്. അടിപൊളി ഷോപ്പിംഗ് അനുഭവം. ക്ലെയർ, ഇതിൻ്റെ ഒരു തീമും ഇതിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു 3-4 പെൺകൊച്ചുങ്ങളുണ്ടായിട്ട് ഇവർക്കൊക്കെ മാല ഉടുപ്പൊക്കെ ഇടിച്ചങ്ങ് നടത്താൻ തോന്നും. അത്രയും
അടിപൊളി ഷോപ്പാണ്. ലേഡീസിന് ഏറ്റവും വീക്ക്നെസ് ഉള്ള ഏരിയയിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോകണം. കുറച്ച് കണ്ടുവച്ചു, 1-2-3 കൈപ്പറ്റി. ഇനിയും ഉണ്ടല്ലോ, വന്നിട്ടല്ലേ ഉള്ളൂ. മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി. മീൻ വൈൽ അലങ്കുട്ടൻ അപ്പയ്ക്ക് ഏതോ ഒരു ഫോൺ വാങ്ങാൻ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരിവിടെ കാണാനില്ല ഞങ്ങളുടെ കൂടെ. ഞാൻ പറഞ്ഞതുപോലെ അപ്പയ്ക്കും അല്ലെങ്കിലുള്ള മൊബൈലൊക്കെ വാങ്ങി 2 പേരും വന്നിട്ടുണ്ട്. പാട്ടുപാടാൻ തൊണ്ടയില്ല, പക്ഷേ മാനം നിറഞ്ഞേ വന്നാൽ അങ്ങേയറ്റത്ത് കാണുന്ന പ്രതിഭാസം കണ്ടോ, റെയിൻബോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇത്രയും ക്ലിയർ ഇതായിട്ട് കാണുമോ? എന്തൊരു ഭംഗി അത് കാണാൻ. അങ്ങനെ ജസ്മിയുടെ നല്ല മസാല ദോശയും കഴിച്ച് നല്ല മഴയത്ത് ഞങ്ങൾ അടുത്ത ഷോപ്പിങ്ങിനും ജിൻസിൻ്റെ വീട്ടിലേക്കായിട്ടുള്ള ഓട്ടത്തിലാണ്.